الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സദഖല്ലാഹുൽ അസീം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് സമ്പത്ത്, ധനം. അതിനെ സംബന്ധിച്ച് ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നമ്മളെ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഖുർആനിൽ ഏറ്റവും ഗൗരവമായി വളരെ കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ ഒന്ന് ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമ്പത്ത്, അതിൻ്റെ സ്രോതസ്സ്, അതിൻ്റെ പ്രഭവകേന്ദ്രം, വിതരണം, കൈകാര്യം, അനന്തരഫലം തുടങ്ങിയ സംഗതികളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവമായ ഉപദേശങ്ങളും താക്കീതുകളും ഖുർആനിൽ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലാ തുഅതു സുഫഹാ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഈ സമ്പത്തെ നിങ്ങൾ വിഡ്ഢികൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത്, അവിവേകികളെ ഏൽപ്പിക്കരുത്. ഇത് മൊത്തം സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഒരാളിനുള്ള സമ്പത്ത് അയാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിവില്ലെങ്കിൽ അയാളുടെ രക്ഷകർത്താക്കൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഒരു രക്ഷകർത്താവും ഇല്ലാത്ത ആർക്കെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അതിന് സമുദായം അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മഹല്ല്. അത് ദൂർത്തടിക്കപ്പെടുകയോ അനാവശ്യമായ മാർഗങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യപ്പെടാതിരിക്കാൻ വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിർദ്ദേശം. സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമയെക്കുറിച്ച് തെറ്റായ ധാരണകളൊന്നും മനുഷ്യനുണ്ടാവാതിരിക്കാൻ അല്ലാഹു തആല വളരെ വ്യക്തമായി അക്കാര്യവും നമ്മളെ പഠിപ്പിക്കുന്നു. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിന്ന. ഈ മൊത്തം പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലുള്ള എല്ലാം സമ്പത്താണ്, ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഈ ആകാശഭൂമികളും അതിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് അള്ളാഹുവിനുള്ളതാണ് ആത്യന്തികമായി. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഈ കാര്യം ആരും സമ്മതിക്കുന്നതാണ്.
പക്ഷെ ആ സമ്മതിക്കുന്ന ആളുകൾ തന്നെ അതിൻ്റെ ഈ മൊത്തം സംഗതികളിൽ നിന്ന് ധനം അല്ലെങ്കിൽ പണം വേർപെടുത്തിയിട്ട് മനുഷ്യൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഉടമ മനുഷ്യനാണ് എന്ന തെറ്റായ ധാരണയിൽ പ്രവർത്തിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ കാലാന്തരങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യ സന്ദേശങ്ങളിലും വളരെ ഗൗരവപൂർവ്വം ആ സംഗതി മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിലതുണ്ട്, ആമിനു ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കണം. ഏതൊരു സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രതിനിധിയാക്കിയോ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരനാക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. മനുഷ്യന് ഹിദായത്ത് ലഭിക്കാനുള്ള ഉപാധിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനമാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വയുമിനൂന ബിൽ ഗൈബി യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യന് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിക്കാനുള്ള ഉപാധികളിൽ പരമപ്രധാനമായ ഒന്നായിട്ട്, അതായത് ഗൈബിലുള്ള വിശ്വാസം എന്നതുപോലെ തന്നെ അവനവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മറ്റു അവകാശികൾക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവന് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ളതാണ് സംഗതി. പക്ഷേ സമ്പത്തിൻ്റെ വിതരണത്തിൽ നമുക്ക് അറിയുന്ന മാനദണ്ഡമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നല്ല ബുദ്ധിയും കഴിവും ശേഷിയും ഒക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും സമ്പത്ത് ലഭിക്കാതെ നമ്മൾ കാണാറുണ്ട്. നല്ല അധ്വാനശേഷിയുള്ള ആളുകൾ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, കാര്യശേഷിയുള്ള ആളുകൾ, പ്രാപ്തിയുള്ള ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ, പണ്ഡിതന്മാർ, അതുപോലെ പല ആളുകളും അവർക്കൊന്നും മതിയായ ജീവിത ചെലവിനുള്ള സമ്പത്ത് പോലും ഇല്ലാത്തത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. അതേസമയം പ്രത്യക്ഷത്തിൽ നമ്മളൊക്കെ സാധാരണ പറയാറുള്ള മലയാള ഭാഷ മൊയന്ത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും സമ്പത്ത് ധാരാളമായി ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അധ്വാനിച്ചാലും പലർക്കും ലഭിക്കാറില്ല. അതേസമയം കുറച്ച് അധ്വാനിക്ക് അല്ലെങ്കിൽ വലിയ അധ്വാനമൊന്നുമില്ലാതെ ചില ആളുകൾക്ക് പല കോലത്തിലും ലഭിക്കും. അനന്തരാവകാശം ലഭിക്കും, അല്ലെങ്കിൽ കച്ചവടത്തിൽ തന്നെ പെട്ടെന്ന് ലാഭം ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തി അനുസരിച്ച് അവൻ ചെയ്യുന്നതാണ് എന്നാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. അതിൻ്റെ മാനദണ്ഡമൊന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കാരണം അവലം യറൗ അന്നല്ലാഹ യബ്സതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അവർ കാണുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ജീവിത വിഭവങ്ങൾ വളരെ പ്രവിശാലമാക്കി കൊടുക്കുന്നു, ചില ആളുകൾക്ക് വളരെ കുറച്ച് പരിമിതപ്പെടുത്തി കൊടുക്കുന്നു. അതിലൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സഹകരണം, സ്നേഹം, അതുപോലെ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ സുഗമമായി നടക്കുന്നതിന് എല്ലാ ആളുകൾക്കും ഒരുപോലെ ജീവിത വിഭവങ്ങൾ വിതരണം ചെയ്താൽ നടക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിതരണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ബുദ്ധിയിലും സൗന്ദര്യത്തിലും ശരീരത്തിലും സമ്പത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റക്കുറച്ചിൽ പ്രകൃതിപരമായി തന്നെ ഉണ്ടാകും. ഓരോരുത്തർക്കും നൽകപ്പെട്ടതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായി ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ലഭ്യമായവനെ സംബന്ധിച്ച് ഫാത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനിസ് സബീലി, ലഭ്യമായവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, അതുപോലെ അശരണരായ ആലംബഹീനരായ ആളുകൾക്ക്, അതുപോലെ വഴിയാധാരമാക്കപ്പെട്ട ആളുകൾക്ക്, അതൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം. നിർബന്ധമായും കൊടുക്കുന്നതിന് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ സക്കാത്ത് എന്ന് പറയും. സക്കാത്തിനപ്പുറം സമ്പത്തിൽ ബാധ്യതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സക്കാത്തിൻ്റെ കണക്ക് തീർന്നു, ഇനി ഞാൻ ആർക്കും കൊടുക്കേണ്ടതില്ല എന്ന് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും പറയാൻ സാധ്യമാവുകയില്ല എന്നാണ്. സത്യവിശ്വാസം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ കൊടുക്കുന്നതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയല്ല.
എല്ലാ ആഴ്ചയും കൊടുക്കുന്ന കാര്യം പറയാ, ദൂരത്തിൻ്റെ കാര്യം പറയാ, കേട്ട് ഇങ്ങനെ മടുക്കുന്നുണ്ട് എന്നൊക്കെ പല സുഹൃത്തുക്കൾക്കും തോന്നിക്കാം. പക്ഷെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്ന ഈ സംഗതി മറച്ചു വെക്കാൻ ഒരു പണ്ഡിതനും അവകാശമില്ല എന്നുള്ള. സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സാങ്കേതികമായി പലതരത്തിൽ നമുക്ക് വിഭജിക്കാം, ടൈറ്റിൽ ചെയ്ത് നമുക്ക് പറയാനാവും. പക്ഷേ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് ഒരു പരീക്ഷണാർത്ഥം വന്നു ചാടുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹ് പറഞ്ഞ് നിർദ്ദേശിച്ച രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവൻ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങളുണ്ടാവില്ല. ഇവിടെ പിടിച്ചുപറിയും കൊള്ളയും അഴിമതിയും തോന്നിയാസവും അനാവശ്യമൊക്കെ ഉണ്ട്. സാമ്പത്തിക ഉച്ചനീതിത്വം നടക്കുന്നത് കൊണ്ടാണ്, അനീതി നിലനിൽക്കുന്നത് കൊണ്ടാണ്, അക്രമം ഉള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകുന്നവനാണ് ഞാനെന്ന ബോധത്തോടുകൂടി സമ്പത്തും സ്ഥാനമാനങ്ങളും കൈകാര്യം ചെയ്യുന്നവന് അനീതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുലുള്ള വിശ്വാസം വാക്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ വേഷഭൂഷാദികളിലാണ്. ജീവിതത്തിൻ്റെ പ്രായോഗിക മേഖലകളിൽ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഭിന്നിക്കരുത്, കുഴപ്പമുണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട പണ്ഡിതന്മാരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭിന്നിച്ച് നടക്കുന്നത്. എന്താ, അവർക്ക് ആ ആയത്തുകളൊന്നും ബാധകല്ലേ? അവരാണ് ഒരുപാട് പിന്തിരിഞ്ഞ് നിന്ന് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നത്, വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്, നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ കൺഫ്യൂഷനിലാക്കുന്നത്, ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. അവർക്ക് ആ ആയത്തുകളൊന്നും ബാധകമല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. ഭിന്നിക്കരുത് എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, അല്ല ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഭിന്നിക്കരുത് എന്ന് രണ്ടാമത് പറയേണ്ട. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ആയി. വല്ലാ തഫറഖു എന്ന് എടുത്തു പറയേണ്ടതില്ല അറബി ഭാഷ അനുസരിച്ച്. വീണ്ടും അത് പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം അടുത്ത് വീണ്ടും പറയുന്നുണ്ടെന്നാണ്. പക്ഷേ ഇതെല്ലാം പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്ത ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ വിഭിന്ന ധ്രുവങ്ങളിൽ നിന്ന് ഒരുത്തൻ മറ്റവനെ ചീത്ത പറയുന്ന, പരസ്യമായി ചീത്ത പറയുന്നത്, മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, പരിഹസിക്കുന്നതും ഗീബത്ത് പറയുന്നതൊക്കെ വളരെ മ്ലേച്ഛമായ സംഗതിയായി ഖുർആൻ പറഞ്ഞു. ആ ഖുർആന്റെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ഈ വക സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പാരായണം ചെയ്തത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ കാര്യമാവില്ല. അത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തി വരുമ്പോഴേ അതിൻ്റെ സൽഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മൾ അനുഭവിക്കുന്ന, ചുരുക്കം പറഞ്ഞ ഈ വരൾച്ചയോടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിന പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്, ആമിനു ബില്ലാഹി വ റസൂലിഹി എന്നാണ്. സത്യവിശ്വാസികളെ വിളിച്ചാ പറയുന്നത്. നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വിശ്വാസികളെ നിങ്ങളൊന്ന് വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം വാക്കുകൊണ്ട് പ്രഖ്യാപിക്കേണ്ട ഒരു വൃഥാ പ്രഖ്യാപനമല്ല. പ്രായോഗിക ജീവിതത്തിൽ സൽബലം കാണാത്ത വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനത്തിനപ്പുറം യാതൊരു വിലയുമില്ല എന്നാണ്. ഓരോരുത്തരും, ആരും ആരെയും മറ്റൊരാളെ കുറ്റം പറയണ്ട, ഓരോരുത്തരും അവരവരെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നതുകൊണ്ടാണ് നിരന്തരമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സമ്പത്തും സന്താനങ്ങളുമാണ്. അതിനെ വളർത്താനുള്ളൊരു ത്വര മനുഷ്യ മനസ്സിൽ അല്ലെങ്കിൽ പ്രകൃതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഉത്ഭൂതമാക്കിയിട്ടുണ്ട്. അത് ഈ അഭൗതിക ജീവിതത്തിൻ്റെ ഒരലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ, സമ്പത്ത് അതിനെ ബേസ് ചെയ്താണ് കുടുംബത്തിൻ്റെ ഭദ്രത നിലനിൽക്കുന്നത്. സമൂഹത്തിൻ്റെ ഉത്തമമായ നിലനിൽപ്പ് അതുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രങ്ങളുടെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും ഉത്ഥാനപതനങ്ങളും സമ്പത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സമ്പത്തും സന്താനങ്ങളും ഒരു ശക്തിയാണ് എന്നുള്ളതിൽ സംശയമില്ല. അത് ഐഹിക ജീവിതത്തിൻ്റെ ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതല്ല, അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് സകലവും നമുക്ക് നശിപ്പിച്ചു കളയാൻ. ദുന്യാവിലുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹു ഇതിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ അല്ലാഹു പറയും, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അതായത് സന്താനങ്ങളും സമ്പത്തും സന്താനങ്ങളും ഈ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവിടെ എടുത്തു പറഞ്ഞു വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അതായത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ. ഒരാളിന് ഒരുപാട് സമ്പത്തുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേക പരിഗണനയൊന്നും കിട്ടില്ല. ഖാലിദ് ബിൻ വലീദിൻ്റെ പിതാവ് വലീദ് ബിൻ മുഗീറ ഇസ്ലാമിന് ഏറ്റവും ശല്യം ചെയ്ത മനുഷ്യനായിരുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ചീത്ത പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഒരുപാട് മക്കളെ നൽകി, ഒരുപാട് സമ്പത്ത് നൽകി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച കൂട്ടത്തിൽ ഈ വലീദ് ബിൻ മുഗീറയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഖാലിദ് ബിൻ വലീദിന്റെ പിതാവാണ്. യഥാർത്ഥത്തിൽ സമ്പത്ത് കൂടുതൽ കൂടുതൽ ഉണ്ടായതിൻ്റെ പേരിൽ, മക്കളുണ്ടായതിൻ്റെ പേരിൽ സത്യത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെന്നത്. അദ്ദേഹത്തിന്റെ മക്കളും സമ്പത്തൊന്നും പ്രയോജനപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ അള്ളാഹുവിന്റെ വാൾ സൈഫുല്ല എന്നറിയപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അതായത് ഈ ഭൂമിയിലുള്ളതെല്ലാം തന്നെ ഇതിനൊരു അലങ്കാരം, ഈ ജീവിതത്തിന്റെ അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ അലങ്കാരം സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഇതിന് അടിച്ചു നിരപ്പാക്കി മൊട്ടയായ മരുപ്രദേശമാക്കി നാം മാറ്റിക്കളയുന്നതാണ്. ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനോഹരമായ ഭൂമി, കാടുകളും തോടുകളും മലകളും പുഴകളും സമുദ്രവും അതുപോലെ തീരങ്ങളും പാടങ്ങളുമുള്ള ഒരുപാട് പൂത്തുലയുന്ന കാവലമുള്ള ഈ അതിമനോഹരമായ ഭൂമി, ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര മനോഹരമാക്കിയത് വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹിൻ, നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ ഇവിടെ ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ അതിൻ്റെ ഉടയവന്റെ നിർദ്ദേശമനുസരിച്ച് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ജീവിതം വളർത്താൻ വേണ്ടിയാണ്, തളർത്താൻ വേണ്ടിയല്ല, നശിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഈ നൽകപ്പെട്ടിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് നബിലുവഹും അയ്യുഹും അഹ്സനു അമല, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ സമ്പത്തുണ്ടാക്കുക, സന്താനങ്ങളെ പരിപാലിച്ചു വളർത്തുക, എനിക്ക് 5 മക്കളുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ അതൊരു സമ്പത്ത്, ഒരു നല്ല ഒരു ശക്തിയായിരിക്കും, ധൈര്യമായിരിക്കുന്നത്. അപ്പൊ ഈ മക്കളെ വളർത്താനും സമ്പത്ത് വളർത്താനും ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പ്രവൃത്തി യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ നിന്ന് വിട്ടൊഴിയുന്നതാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് സമ്പത്ത് വേണം. യഥാർത്ഥത്തിൽ ഈ സമ്പത്തും സന്താനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് നൽകിയത്. അതിന്റെ ആത്യന്തിക ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ദൈവീകമായ സ്വഭാവങ്ങൾ ആർജിച്ചുകൊണ്ട് അള്ളാഹുവിന് സാക്ഷിയാവാനാണ് മനുഷ്യന്റെ ജീവിത നിയോഗം. ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഒരുപാട് മക്കളെ ഉൽപ്പാദിപ്പിച്ച് ഞാൻ അതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞ് ഷർട്ടുമൊക്കെ നീട്ടിപ്പിടിച്ച് കോളർ പിടിച്ച് പൊക്കി നടക്കാനല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ സമ്പത്തും സന്താനങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് വളരെ കൃത്യമായി സത്യവിശ്വാസികളെ വിളിച്ചു പറയുന്ന സൂറത്തുൽ മുനാഫിഖൂനിലെ 9 മുതൽ 12 വരെ ഉള്ള ആയത്തുകളാണ് നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അതായത് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അതിനെ പരിപോഷിപ്പിക്കാൻ, വളർത്തി വലുതാക്കാനുള്ള ത്വര, ശ്രദ്ധ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അള്ളാഹുവാണിത് നൽകിയതെന്നും ലക്ഷ്യബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും ആ ഒരു പൊലിമയിൽ അവന് പലപ്പോഴും ജീവിതം മറന്നു പോകാറുണ്ട്. ഇനി നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. മക്കൾക്ക് അഡ്മിഷൻ വാങ്ങുന്ന കാര്യം വരുമ്പോൾ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ ഹലാലും ഹറാമും ഒന്നും തീരുമാനിക്കാതെ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയും എത്ര ക്യാപിറ്റേഷൻ ഫീ കൊടുക്കാനും എത്ര കോഴ കൊടുക്കാനും ആരെ കാല് വീഴാനും തയ്യാറായ ഒരു സമൂഹമാണ് സമകാലിക സമൂഹം. ഉപഭോഗ സംസ്കാരം അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ തിമിർത്ത് തള്ളി മനുഷ്യനെ ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദ്യത നുകരാൻ വേണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസം വളരെ വലിയൊരു സംഗതിയായി മാറിയിരിക്കുന്നു. അതിന് കോഴ വാങ്ങുന്ന ആളുകൾ, കോഴ കൊടുക്കുന്ന ആളുകൾ, കോഴ ഉണ്ടാക്കാൻ അനധികൃതമായി നടപടികൾ നടത്തുന്നു. ഇവിടെയൊക്കെ അള്ളയില്ല, റസൂലുമില്ല, ദീനുമില്ല, ഇസ്ലാമുമില്ല എന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിന്റെ ഒരുപാട് നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ മക്കളെ വളർത്തേണ്ടിടത്തും സമ്പത്ത് സമ്പാദിക്കുന്നിടത്തും ഹലാലും ഹറാമും ഒന്നും യഥാർത്ഥത്തിൽ പലർക്കും പ്രശ്നമാവില്ല. സംഭാവന സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അത് ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വരുന്നതാണോ എന്ന് പള്ളി കമ്മിറ്റിക്കാർ നോക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ നോക്കാറില്ല എന്നുള്ളതാണ്. ഏത് തരത്തിലുണ്ടാക്കിയ പണവും വാങ്ങാൻ
യാതൊരു മടിയുമില്ല എന്നുള്ള. അപ്പൊ ഇവിടെ വളരെ ഗൗരവപൂർവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അങ്ങനെ ആരും ഫൗലായിക ഖാസിറൂൻ, അതായത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ നഷ്ടക്കാരനാണ്. സത്യത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പിടിക്കൂല, പക്ഷേ ഇതൊരു വലിയ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. കാരണം താൽക്കാലികമായുള്ളതാണ് നമ്മുടെ ഈ ആയുസ്, താൽക്കാലികമായുള്ളതാണ് നമ്മുടെ ബുദ്ധിയും ആരോഗ്യവും, ഈ സമ്പത്തും താൽക്കാലികമായുള്ളതാണ്. ഇത് നശിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രായത്തിൻ്റെ ചുളിവുകൾക്കിടയിൽ നമ്മളെ ജീവിതം ഇങ്ങനെ അവസാനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനം ജരാനരകൾ ബാധിച്ച് ഒരു ദിവസം ഇവിടെ നിന്ന് പോയേ പറ്റൂ, അതെല്ലാവരും അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമ്പത്ത് യഥാവിധി അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലെങ്കിൽ അതെല്ലാം നമുക്ക് തിരിഞ്ഞ് കുത്തും എന്നുള്ളതിൽ സംശയമില്ല. ഒരാളിൻ്റെ കയ്യിൽ 1000 റുപ്യ ഉണ്ട്, 100 റുപ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച്, അത് ഒരു പെർമനന്റ് ഡെപ്പോസിറ്റാണ്. ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകാത്ത ഏറ്റവും ലാഭകരമായ ഒരു നിക്ഷേപമാണ്. ഈ 900 രൂപ കയ്യിരിക്കണ 900 രൂപ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയാൽ അതിൻ്റെ അവകാശി വേറെയാണ്. അതല്ലെങ്കിൽ കള്ളനെടുത്തുകൊണ്ട് പോയാൽ അതവനുണ്ടാവുകയില്ല. അല്ലെങ്കിൽ അത് വെള്ളപ്പൊക്കത്തിൽ പോയാൽ, തീ പിടിച്ചു പോയാൽ, ഭൂമി കുലുങ്ങിപ്പോയാൽ അതവനുണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ 100 രൂപയാണ് യഥാർത്ഥത്തിൽ അവന് ഉള്ളതെന്ന്. നിങ്ങൾ മിച്ചം വെക്കുന്നതിലല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസിലല്ല നിക്ഷേപമുള്ളത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിലാണ് എന്ന അതിബൃഹത്തായ ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കൊടുക്കും തോറും ഏറിടും, അതായത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തതാണ്. അത് തിരിച്ചു തരാം, ദുന്യാവിലും ആഖിറത്തിലും തിരിച്ചു തരുന്ന വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നമ്മുടെ തന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ച സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായതായി കൂട്ടൂല. അതൊക്കെ വേസ്റ്റായിട്ടാണ് യഥാർത്ഥത്തിൽ പോകുക എന്നുള്ളതാണ്. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഖുലിൽ അഫ്വ, അതായത് മിച്ചമുള്ളത് എന്ന് പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ മിച്ചമുള്ളതെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ മാന്യവും, അതായത് മിതവും മാന്യവുമായ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാണ്. അത് നമുക്കറിയാം. അമിതവ്യയം, ഇസ്റാഫ് പറ്റൂല, ദൂർത്ത്, അതായത് തബ്ദീർ പറ്റൂല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അതായത് ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്, പിശാച് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ശക്തിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ അമിതവ്യയം പറ്റാത്ത, ദൂർത്തില്ലാത്ത രീതിയിൽ മാന്യമായി ജീവിച്ച് ബാക്കി വരുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചെലവഴിക്കാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചുളു ഏർപ്പാടല്ല, നമ്മൾക്ക് നാളെ അള്ളാഹുവിന്റെ ഹളറത്തിൽ ഉന്നതമായ സോപാനം തരാൻ വേണ്ടിയുള്ള ഒരു ഡെപ്പോസിറ്റിന് വേണ്ടി ക്ഷണിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഭൗതിക ജീവിതത്തിൽ കയ്യും കാലും കണ്ണുമുട്ട് ധരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പം ദഹിച്ചുകൊള്ളൊന്നുമില്ല എന്നുള്ളതാണ്. എളുപ്പം മനസ്സിലാവില്ല. കാരണം ദുന്യാവിലെ ആർഭാടതകളിലാണ് നമ്മുടെ കണ്ണ് എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ പറയുമ്പോൾ അത് ചെലവഴിക്കാൻ യഥാർത്ഥത്തിൽ വളരെ ഒരു വലിയ സൗഭാഗ്യം തന്നെ വേണമെന്നുള്ളതാണ്. ആദ്യകാല സഹാബാക്കള് മത്സരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഉത്തമനായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഓരോ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ യുദ്ധഫണ്ടിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തന ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറയുമ്പോൾ ഓരോരുത്തരും കൊണ്ടുവരും. അബൂബക്കർ കൊണ്ടുവരുന്നത് എപ്പോഴും മുൻപന്തിയിലുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് നിൽക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മത്സരിക്കും. ഇനി വരുമ്പോൾ ഇനിയത്തെ പ്രാവശ്യം എന്തായാലും ഞാൻ അബൂബക്കറിനെ ഏതായിരുന്നാലും മുൻകടക്കുമെന്ന തീരുമാനത്തോടു കൂടി പിന്നീട് ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധനം ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. അവിടെ 1000 അഷ്റഫി നാണയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 500 എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അബൂബക്കർ ആ 500 കൊടുത്തപ്പോൾ അത് റസൂലിന് ഉമർ റളിയല്ലാഹു അൻഹുവോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി എത്ര ബാക്കിയുണ്ട് എന്നോട്? 500 അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ വന്നു, അദ്ദേഹം കൊടുത്ത 500 ഉമറിന് ആശ്വാസമായി. കാരണം എന്തായിരുന്നാലും മുൻകളഞ്ഞില്ലെങ്കിലും അബൂബക്കറിനോടൊപ്പം എത്തിയല്ലോ എന്നാണ് ഉമർ ആശ്വസിച്ചത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് അബൂബക്കറിനോട് ചോദിക്കുകയാണ്, അബൂബക്കറെ താങ്കളുടെ കൈവശം ഇനി എന്താ ബാക്കി? അല്ലാഹു റസൂലുഹു, അള്ളാഹും റസൂലുമാണ് ഇനി എന്റെ വീട്ടിൽ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് നിലം പൊത്തിപ്പോയി എന്നുള്ളതാണ്. എന്നിട്ട് കരഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ തട്ടി ആശംസിച്ചു, ഉമറെ, ഒരു കാലത്തും നിനക്ക് ഒരു കാര്യത്തിലും അബൂബക്കറിനെ അതിജയിക്കാൻ സാധ്യമാവുകയില്ല. ആ സ്വർഗത്തിലെ ഉന്നതമായ പദവി, റസൂലിനോടൊപ്പമുള്ള മഹത്തായ പദവി കരസ്ഥമാക്കിയ
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നേ പറ്റുള്ളൂ. നിങ്ങളിതെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വൻഫിഖു മിമ്മാ റസഖ്നാകും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഞാൻ നൽകിയതൊന്ന് ചെലവഴിച്ചാൽ മതി, നിങ്ങളൊന്നും മോട്ടടിച്ചൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, നാം നിങ്ങൾക്ക് നൽകിയതൊന്നും ചെലവഴിക്കാം. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം ആസന്നമാകുന്നതിന് മുമ്പ് ചെലവഴിക്കാൻ പറഞ്ഞ ആളുകൾ എന്നാ മരിക്കാൻ കുറെ കാലം ഉണ്ടല്ലോ, അപ്പൊ ചെലവഴിച്ചാൽ മതി, ഇപ്പം അങ്ങോട്ട് അടിച്ചു പൊളിച്ചളയാം എന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് എപ്പോഴാണ് ഈ മരണമാസന്നമാകുന്നത് നമുക്കറിയില്ല. അതൊരു വല്ലാത്തൊരു സംഗതിയാണ്. ഈ പോണ പോക്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോകാം. ചെറുപ്പത്തിൽ മരിക്കാം, വയസ്സായും മരിക്കാം, ഒരുപാട് വയസ്സായതും മരിക്കാതെ കുറെ കാലം ജീവിക്കുകയും ചെയ്യാം. അപ്പൊ മരണമാസന്നമാവുന്നതിന് മുമ്പ് എന്ന അവിടുത്തെ പ്രയോഗം അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. فيقول رب لولا أخرتني إلى أجل قريب وأصدق وأكن من الصالحين. അന്നേരം മരണം ആസന്നമാകുമ്പോ ഈ മലക്കൽ മൗത്ത് വന്ന് പിടിക്കാൻ പോകുമ്പോ അവനിങ്ങനെ പറയാ, പടച്ചോനെ എന്നെ അടുത്ത അജലിലേക്ക് ഒരല്പം സമയം കൂടെ നീട്ടി തന്നിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെലവഴിച്ച് സദഖ ചെയ്ത് നല്ലവനാവാം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നതിന് മുമ്പ് ചെലവഴിക്കുക എന്നുള്ളതാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഈ സംഗതിയിൽ വളരെ ഗൗരവപൂർവ്വം ഒരു കാര്യം അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. മരണാസന്നമാകുമ്പോൾ ഇങ്ങനെ വിളിച്ച് വിലപിക്കുന്നതാണ്. അള്ളാഹുവിനെ ശ്രദ്ധിച്ച് നടക്കാത്ത ആളുകളുടെ മരണാസന്ന സമയത്തുള്ള ആ ഒരു മനോഭാവത്തെ ബറാഅ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ നിന്ന്, സുദീർഘമായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് പോകാൻ അവന് യാതൊരു ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മലക്കൾ വരുന്നത്. മെല്ലെയല്ല, വളരെ വേഗത്തിലാണ് വരുന്നത്. കറുത്ത കരിമ്പടം പുതച്ച മലക്കൾ. അന്നത്തെ ആ ഭാഷയിൽ മനസ്സിലാക്കി, എല്ലായിടത്തും അന്ധകാരമായിരിക്കും, ഒന്നും ഒരു പിടുത്തം കിട്ടൂല, ഒന്നും ചെയ്താൽ ശരിയാവില്ല, ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, മഹാ അന്ധകാരം. ആ അന്ധകാരത്തില് ഒരു കറുത്ത കുറെ രൂപങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഹാജരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് മലക്കുകളാണ്, മലക്കൽ മൗത്തിന്റെ കൂടെ വരുന്ന മലക്കുകളാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഇവനാകെ ബേജാറും വെപ്രാളവുമാണ്. യാ നഫ്സൻ ഖബീസ ഉഖ്റുജ് ഇലാ ഗളബി റബ്ബിക്, അല്ലയോ മ്ലേച്ഛാത്മാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതൊക്കെ ഇവിടെ തോന്നിയാസം കാണിച്ച് ആത്മാവിനെ നശിപ്പിച്ച് മ്ലേച്ഛമാക്കിയ മനുഷ്യ, ഉഖ്റുജ്, പുറപ്പെടുക, ഇലാ ഗളബി റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ കോപത്തിലേക്ക് പുറപ്പെടുക എന്ന് പറയുമ്പോൾ ആത്മാവ് ഉൾവലിയാൻ ശ്രമിക്കും. ആത്മാവ് ഇങ്ങോട്ട് വരൂല എന്നാണ്. ഈ തലച്ചോറിൽ നിന്നല്ല വരിക, ആത്മാവ് നെഞ്ചിന്ന വരിക. ഇങ്ങോട്ട് വരാൻ പോകുമ്പോ ആത്മാവ് വരൂല. അപ്പോ ആത്മാവ് ഇങ്ങോട്ട് ഉൾവലിയുമ്പോ വൽ മലായികത്ത് യളരിബൂന വുജൂഹം വഅദ്ബാറഹും, അല്ലാഹ് പറയാ, അവരുടെ മോമ്പയ്ക്ക് ഏനസിലും മലക്കുകൾ അടിച്ചിട്ട് ഉഖ്റുജ്, പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. അവരെ അടിച്ചു മരിപ്പിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അപ്പോഴാണ് ഇവൻ പറയുന്നത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അതായത് പടച്ച തമ്പുരാനെ ഒരല്പം സമയം കൂടെ തന്നാൽ ഞാൻ സദഖ ചെയ്തോളാം എന്നാണ്. അതായത് വേറെ സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഇതൊക്കെ കൂട്ടിവെച്ച് അള്ളാഹുവിനെ ശ്രദ്ധിക്കാതെ സമ്പത്തും സന്താനങ്ങളൊക്കെ വളർത്തി നടക്കുന്ന ആളുകളെ അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, പടച്ചവനെ എന്നെ നീ ഒന്ന് മടക്ക്, റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, എന്നെ നീ ഒന്ന് മടക്ക്, ഞാൻ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാം. അല്ലാഹ് നേരെ അവനെ കളിയാക്കുക, പരിഹസിക്കുക. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറുതെ പാഴ്വാക്കാണ് അവൻ പറയുന്നത്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അതായത് അജലെത്തിയ ഓരാത്മാവിനെയും അള്ളാഹ് വെച്ച് താമസിപ്പിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും വിലപിക്കുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകും. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. മക്കൾക്ക് വേണ്ടി, സമ്പാദ്യത്തിന് വേണ്ടി ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശ്രദ്ധ വിട്ടാൽ അത് ജീവിതത്തിൽ തീരാ നഷ്ടമായി പോകും. ഖസറ ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ഇതൊന്നും ഉപകരിക്കൂല, ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവില്ല. ഇത് അല്ലാഹുവിന്റെ മാറ്റമില്ലാത്ത നിശ്ചയം മനുഷ്യ മനസ്സിൽ ആഞ്ഞാഞ്ഞ് തറയ്ക്കാൻ വളരെ ശക്തമായ ഭാഷയിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറി അവന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടമുണ്ടായാൽ, ചലനമുണ്ടായാൽ, ജീവിതത്തിന് സംസ്കൃതി ഉണ്ടായാൽ അവന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുണാമയന്റെ ആ മഹത്തായ ഉദ്ദേശം മാത്രമേ യഥാർത്ഥത്തിൽ ഈ ആയത്തുകളുടെ പിന്നിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇങ്ങനെ ഒരു അവസ്ഥ എല്ലാ ആളുകൾക്കും വരും. അത് വരാതിരിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. അത് നിങ്ങൾക്ക് ഒരു കാലത്തും അവസാനിച്ചു പോകാത്ത പ്രതിഫലം നൽകുന്ന ഉത്തമമായ നിക്ഷേപമാണ്, നിങ്ങൾക്ക് നന്മയാണ്, നിങ്ങൾ ശാശ്വതമായി സ്വർഗത്തിൽ ഇടം നൽകുന്നതിനുള്ള ഉപാധിയാണ്, നിങ്ങൾക്ക് തെറ്റുകൾ പുറത്തു പോകുന്നതിനുള്ള ഉപാധിയാണ്, നന്മ നൽകാനുള്ള ഉപാധിയാണ്, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനുള്ള ഉപാധിയാണ്, റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭൂതമാകാനുള്ള ഉപാധിയാണ് എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രാവശ്യം വളരെ ഗൗരവപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമുദായം ഈ കാര്യത്തിൽ അത്ര ഗൗരവമായ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമുദായം നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ ഓരോരുത്തരുമാണ് പ്രശ്നം. ഓരോരുത്തരാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഓരോരുത്തരാണ് അള്ളാഹുവിന്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ എങ്ങാനും എത്തപ്പെട്ട് മരണത്തിന്റെ സമയത്ത് വിലപിക്കേണ്ട അവസരം ഉണ്ടായാൽ ആരും സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ശരിക്കും മനസ്സിലാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീ തനാക മാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്ത് ചെലവഴിച്ചാലും തിരിച്ചു തരുന്ന അല്ലാഹു തആല ഫഹുവ യഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. എന്ത് ചെലവഴിച്ചാലും തിരിച്ചു തരും. അവിടെ ദുനിയാവിലൊന്നും ആഖിറത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ തന്നെ ലഭിക്കും. ചിലർക്ക് ദുനിയാവിൽ ആർക്ക് എവിടെ വെച്ച് എപ്പോൾ എന്ത് കൊടുക്കണമെന്ന് നല്ലവണ്ണം അറിയുന്നത് അള്ളാഹുവാണ് എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലെത്തിയാൽ കിട്ടില്ലെന്ന് പറഞ്ഞ് പരാതി ഉണ്ടാവില്ല, കിട്ടിയാൽ ആഹ്ലാദം ഉണ്ടാവില്ല, കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ സത്യവിശ്വാസികൾക്കുണ്ടാകും. കാരണം ഇത് അവിടെ കിട്ടുമല്ലോ എന്നുള്ള ദൃഢമായ ഒരു ഉറപ്പാണ്. ഈ ചിന്താഗതി യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതാണ്. പരലോകത്ത് പ്രയോജനകരമാവും എന്നത് മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ടാണ് ആധുനിക മനുഷ്യന്മാർ അഭിമുഖീകരിക്കുന്ന നാനാവിധ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. മദ്യപാനത്തിൻ്റെ, ചൂതാട്ടത്തിൻ്റെ, അതുപോലെ വ്യഭിചാരത്തിൻ്റെ, അതുപോലെ കൈക്കൂലിയുടെ, അഴിമതിയുടെ, അനാവശ്യം എല്ലാം എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും. ഇത് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉത്തരം പറയണമെന്ന് യഥാർത്ഥത്തിൽ ബോധമുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ നമ്മളിൽ നിന്ന് മോശമായ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവാരമുള്ള ഈമാൻ നമുക്ക് എത്തിയിട്ടില്ല എന്നാണ്. അതിന് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, ദീനുൽ ഇസ്ലാമിനെയും സമൂഹത്തിനെയും കാലഘട്ടത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാലം അള്ളാഹുൻ്റെതാണ്. ആരെയും കാലത്ത് ശപിക്കരുത് എന്നാണ്. കാലം അള്ളാഹുൻ്റെതാണ്. കാലത്തിലുള്ള മനുഷ്യന്മാരുടെ വിശ്വാസത്തിലും ചിന്താഗതിയിലും വരുന്ന മാറ്റമനുസരിച്ച് അവർക്ക് ജീവിതം സംവിധാനിച്ചു കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അള്ളാഹുവുമായി അടുത്ത് അള്ളാഹുവിലേക്ക് നീങ്ങുന്നതിനുള്ള ഏർപ്പാട്. സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ ചെലവഴിച്ച് പരലോകത്തിന് നിക്ഷേപമാക്കി മാറ്റണം. ഇനി നമ്മൾ ആലോചിച്ചു, നമ്മുടെ ഒരുപാട് ഇടപാടുകൾ നടത്തുമ്പോൾ, നമ്മുടെ ക്രയവിക്രയങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ വിവാഹം, സൽക്കാരം, ഏർപ്പാട് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത്, വിനിയോഗിക്കുന്ന സമ്പത്ത് എത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പെടുന്നത്? ആരോടും പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന സംഗതിയാണ്. പക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നതാണ്.
ചെയ്തതിനെല്ലാം തൗബ ചെയ്ത് മടങ്ങുകയും പിന്നെ ചെയ്യാതിരിക്കുകയുമാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം എന്നുള്ളതാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദുഹും മിൻ ഫളിഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ കിതാബ് വായിക്കുകയും നമസ്കാരം നിലനിർത്തുകയും അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അവര് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തി ലിയുവഫിയഹും ഉജൂറഹും വയസീദുഹും മിൻ ഫളിഹി, അവന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതലായി കൊടുക്കും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഒരുപാട് ഇരട്ടി, 700 ഇരട്ടി വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വയുകഫിറൻകും സയ്യാത്തും, ദാനധർമ്മങ്ങള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങള് അവന്റെ തെറ്റുകളെ മാച്ചുകളയാൻ ഉപാധിയായി അള്ളാഹു തആല വെച്ചിരിക്കുന്നു. വയത്തഖിദുമായും ഫി ഖുർബാത്തിൻ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ ഈ സമ്പത്തിന്റെ ചെലവഴിക്കല് അവന് പ്രയോജനപ്രദമാവും. അലാ ഇന്നഹാ ഖുർബത്തുൽ ലഹും സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഇത്തരം ആളുകളെ പ്രവേശിപ്പിക്കും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ സമ്പത്ത് കൊടുക്കാതെ വെച്ചാലും അല്ലെങ്കിൽ അനാവശ്യമായ ചിലവാൽ ശിക്ഷിക്കുമെന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ഉത്തമമായ പ്രതിഫലം ഉണ്ടാവും. ഐഹിക ജീവിതത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവർക്ക് ഒരു ഉദാഹരണം കൂടി അല്ലാഹു തആല പറഞ്ഞു. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ കമസലി റീഹിൻ ഫീഹാ സിർറുൻ നസാബത്ത് ഹർസ ഖൗമിൻ ലലമു അൻഫുസഹും ഫഅഹ്ലകതുഹു വമാ ലലമുഹും അല്ലാഹു വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. അതായത് ആത്മദ്രോഹികളായ ഒരു വിഭാഗം ജനതയുടെ കൃഷിയിടത്തിൽ ആഞ്ഞടിച്ച ഒരു കാറ്റ് പോലെയാണ്. ഭൗതിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ച് പണം ചെലവഴിക്കുന്ന ആളുകൾ അത് എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന ഒരു കാറ്റ് പോലെയാണ്. അത് സകലത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളയും. ആത്മദ്രോഹികൾ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മളതാണെന്ന് വിചാരിച്ചിട്ട് ഉടമസ്ഥാവകാശം അള്ളാഹുവിന് വിട്ടുകൊടുക്കാതെ ഞെളിയുന്നതിനാണ് എന്ന് ഖുർആനിൽ വേറെ ഉദാഹരണങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ ആത്മദ്രോഹിയായ ഒരു തോട്ടക്കാരന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഹിയ ളാലിമുൻ ലിനഫ്സിഹി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് അവന് തോട്ടത്തിൽ കടന്നപ്പോ അവൻ പറഞ്ഞത് വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹദിഹി അബദ വമാ അളന്നു സഅത ഖായിമതൻ വലയിൻ ഉദ്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. തോട്ടത്തിൽ കിടന്നപ്പോൾ ലോകമൊന്നും അവസാനിക്കൂല, ഇതൊന്നും നശിച്ചു പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റേതാണ് എന്ന് വിചാരിച്ച് മറ്റാർക്കും കൊടുക്കാതെ അടിച്ചെടുക്കാനുള്ള ഒരു ത്വര. അങ്ങനെയുള്ളവൻ അക്രമിയായ ആത്മദ്രോഹിയായ തോട്ടക്കാരനാണ്. പിന്നെ കുറെ തോട്ടക്കാര് സംഗതികൾ സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല പറയുന്നു. ആത്മദ്രോഹികളായ ഒരു കൃഷിക്കാർ, ഒരു കൂട്ടം കൃഷിക്കാർ, അതായത് അവരുടെ വാപ്പയ്ക്കായിരുന്നു ആ തോട്ടത്തിന്റെ ഉടമസ്ഥാവകാശം. അദ്ദേഹം ഈ കൃഷി കൊയ്തെടുക്കുമ്പോൾ അവിടെയുള്ള പാപങ്ങളെല്ലാം വരും, അവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അവസാനം ഇയാൾ മരിച്ച് 5-8 മക്കളുണ്ടായി. ആ മക്കള് ഇത് ഏറ്റെടുത്തു, അവർ നന്നായി കൃഷി ചെയ്തു. കൃഷി പാകമായപ്പോൾ അവരൊരു രാത്രി പറയാണ്, ഈ തോട്ടത്തിൽ നാളെ ഒരു ദരിദ്രവാസി എത്തുന്നതിന് മുമ്പ് അതെല്ലാം നമുക്ക് കൊയ്തെടുത്ത് സ്വന്തമാക്കി കളയണം. അല്ലാഹു തആല പറഞ്ഞു തരാൻ ഒരു കഥയാണ്. മുമ്പ് ഒരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട് 1-2 കൊല്ലം മുമ്പ്. അപ്പോ അങ്ങനെ കൊയ്തെടുത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് അവർ ഉറങ്ങാൻ പോകുന്നു. അള്ളാഹു പറയാൻ രാത്രിയിൽ നമ്മുടെ ദൂതൻ അവിടെ ചുറ്റിയടിച്ചു, ഒരു വലിയ കാറ്റ് അടിച്ച് അതിനെല്ലാം ഉഴുന്നു മറിച്ചു കളഞ്ഞു. രാവിലെ അവർ കൊയ്യാൻ പോയപ്പോൾ അവിടെ ഒന്നുമില്ല. ആത്മദ്രോഹികളായ അവരുടെ കഥ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയതിലുള്ളത് നമ്മുടെ നഷ്ടത്തിന് ഉപയോഗിച്ചാൽ ആത്മദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആത്മാവിനോട് തെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇൻ അൻഫുസിക്കും, അതായത് ഇൻ അഹ്സൻതും, നിങ്ങൾ നന്മ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. അതായത് അതേസമയം തിന്മ ചെയ്താലോ അത് നമ്മുടെ സ്വന്തം ആത്മാവിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തം വിജയത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടാനല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ പേര് പ്രകീർത്തിക്കപ്പെടാനല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേര് വാനോളം പുകഴ്ത്തി വെക്കാനൊന്നും അല്ല. യഥാർത്ഥത്തിൽ അവനവന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ്
അതിലൂടെ ഇസ്ലാം പുറത്തു വരും, അള്ളാഹു വാഴ്ത്തപ്പെടും, പ്രവാചകൻ അറിയപ്പെടും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടി, അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു മദ്ഹഖത്ത് പറയാൻ വേണ്ടി കുറെ ആളുകളെ പടച്ചുണ്ടാക്കിയല്ല. ഓരോരുത്തരും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അള്ളാഹുവിനെ വാഴ്ത്തലാവും, പ്രവാചകന്റെ പേര് പ്രശസ്തി ഉയർത്തലാവും, ദീനുൽ ഇസ്ലാമിന്റെ ഔന്നത്യം ഉയർത്തലാവും. നമ്മൾ ചെയ്യാനുള്ളത് അവനവന്റെ നന്മയ്ക്കാണ്. അവനവന്റെയും അവനവന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അവനവനെ കാക്കുന്ന ഒരു ഉത്തമമായ ഒരു വഴിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅൻ അലി ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മുമ്പേ നിന്നിലെത്തിയ ഞങ്ങളിൽ വേണ്ടപ്പെട്ട എല്ലാ ആളുകളുടെയും ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മുഴുവൻ സത്യവിശ്വാസികളും ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് നീ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. രോഗത്തിന് ശരിയാവാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന, അവർക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, യഥാർത്ഥത്തിൽ നല്ല നിലയിൽ സമ്പത്ത് സമ്പാദിക്കാനും വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകുന്നതിന് തമ്പുരാനെ. സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നന്മയിൽ നിലകൊണ്ട് നന്മയിൽ ജീവിച്ച് നന്മയിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനുൽ ഇസ്ലാം പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായി ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് തരണേ തമ്പുരാനെ. ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണ നേരത്ത് സക്രാത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിച്ച് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മതിയായ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങൾക്ക് മതിയായ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങൾക്ക് മതിയായ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعانا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.